ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഋഷി പറഞ്ഞതനുസരിച്ച് ചന്ദ്രോത്തെത്തുന്ന അരുന്ധതി, എൻ്റെ ഋഷിയെ കാണാത്തതിന് പിന്നിൽ ഈ ചന്ദ്രോത്ത് എല്ലാവർക്കും പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇന്നലെ നിങ്ങളുടെ ബന്ധുവായ ജഡ്ജിയെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. MLA അല്ല, പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ പോലും അന്വേഷണം നേരായിട്ടുള്ള രീതിയിൽ നടക്കുമായിരുന്നു. MLAയും മുൻ MLAയും ചേർന്ന് അന്വേഷണം അട്ടിമറിക്കാൻ നോക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രഭയെയും ദേവികയെയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് അരുന്ധതി. തുടർന്ന് നന്ദൻ്റെ മുറിയിലെത്തുന്നുണ്ട് കേട്ടോ അരുന്ധതിയെ കാണുമ്പോൾ തന്നെ ഞെട്ടിവിരയ്ക്കുന്നുണ്ട് നന്ദൻ. ഒന്നും തുറന്ന് പറയരുതെന്ന് ദേവിക തന്നെ നന്ദനോട് ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ഋഷി ഇവിടെ, എൻ്റെ മകനെ നീ എന്താ ചെയ്തത് എന്നെല്ലാമുള്ള അരുന്ധതിയുടെ ചോദ്യങ്ങൾക്ക് എനിക്കറിയില്ല എന്നാണ് കേട്ടോ നന്ദൻ മറുപടി കൊടുക്കുന്നത്. പിന്നീട് എത്രയൊക്കെ സത്യം മൂടി വെച്ച് രക്ഷപ്പെടാൻ നോക്കിയാലും എൻ്റെ ഒരു മകനെ ഇല്ലാതാക്കിയ നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം വിധിക്കുമെന്നും ഇതൊരമ്മയുടെ ശാപമാണെന്നും ചെറിയൊരു സംശയം മാത്രമേ ഇവിടേക്ക് വരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ 100% ഉറപ്പായി എൻ്റെ മകനെ കാണാതായതിന് പിന്നിൽ നിങ്ങളാണെന്ന്. ഋഷിയെങ്ങാനും മടങ്ങി വന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ചന്ദ്രോത്ത് നിന്നും ഇറങ്ങുന്നു. അങ്ങനെ അരുന്ധതി പോയതിനു ശേഷം പ്രഭാവതി നേരെ നന്ദൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഋഷി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ അരുന്ധതി മേഡത്തിന് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ദേവിക പറഞ്ഞതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എല്ലാം ഞാൻ മേഡത്തിനോട് തുറന്നു പറഞ്ഞു മനസ്സിലെ ഭാരം ഇറക്കി വെച്ചേനെ എന്നെല്ലാം നന്ദൻ പറയുമ്പോൾ അരുന്ധതിയെ കുറ്റം പറയാനും കഴിയില്ല. ഏകമകനെ നഷ്ടപ്പെട്ട ഒരമ്മ പിന്നെ ഈ രീതിയിൽ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഇനി ഒരു പക്ഷേ അരുന്ധതി മേഡം എനിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്ത് വന്നാലും അമ്മ പതറരുത് എന്ന് നന്ദൻ പറയുമ്പോൾ, അങ്ങനെ ഞാൻ നിന്നെ പോലീസിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രഭാവതി. ഹരിയേട്ടന് നമ്മളെന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മളെല്ലാം തുറന്നു പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഒരുപക്ഷെ ഹരിയേട്ടന് കഴിഞ്ഞെന്ന് വരും. കെവിനും അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഹരിയേട്ടനോട് തുറന്നു പറയട്ടെ എന്ന് പ്രഭ ചോദിക്കുമ്പോൾ, അത് വേണ്ട, ഒരു കാരണവശാലും കെവിൻ്റെയും ഇസബെല്ലയുടെയും പേരുകൾ നമ്മളിതിലേക്ക് വലിച്ചിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നന്ദൻ. പിന്നീട് ദേവിക ചന്ദ്രമതിയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. അരുന്ധതി മേഡത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നന്ദു എല്ലാം അരുന്ധതി മേഡത്തിനോട് തുറന്നു പറയാൻ തയ്യാറായതാണ്. നന്ദു ഒരു കൊലപാതകയാണെങ്കിൽ നന്ദുവിന് അർഹിക്ക് ശിക്ഷ ഇതിന് കിട്ടണം. പക്ഷേ ഏതോ ചില സമയങ്ങളിൽ നന്ദു രക്ഷപ്പെട്ട് വരാനും ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ ഈ താലിയായിരിക്കും എന്നെക്കൊണ്ട് അത് തോന്നിപ്പിക്കുന്നത് എന്നെല്ലാം ദേവി പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ, മോള് സമാധാനമായിട്ടിരിക്കുക, ഹരിസാറ് തന്നെ എല്ലാത്തിനും ഒരു പോംവഴി കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. പിന്നീട് ഹരിസാറ് വീണ്ടും അരുന്ധതിയെ കാണാനായിട്ട് എത്തുന്നു. അരുന്ധതി ചന്ദ്രോത്ത് ചെന്ന കാര്യമൊക്കെ പ്രഭ പറഞ്ഞു. ഏകമകനെ നഷ്ടപ്പെട്ട അരുന്ധതിയുടെ സങ്കടം ഞങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഒരു സത്യം ഇനിയും അരുന്ധതിയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അരുന്ധതിയോട് തുറന്നു പറയാൻ ചന്ദ്രോത്തുകാർക്കും ധൈര്യമില്ല. അത് കേട്ട് കഴിഞ്ഞാൽ അരുന്ധതി പതറിപ്പോകരുത്. ഋഷി ജീവിച്ചിരിപ്പില്ല, ഋഷിയെ കൊന്നത് നന്ദനാണ് എന്നുള്ള കാര്യം ഹരിസാറ് അരുന്ധതിയോട് തന്നെ തുറന്നു പറയുന്നു. അപ്പം കരുതിക്കൂട്ടി നന്ദൻ ചെയ്തിരിക്കുന്ന ഒരു കൊലപാതകമല്ല അത്, നന്ദൻ ഒരു കൈബദ്ധം പറ്റിയതാണ് എന്നെല്ലാം ഹരിസാർ തന്നെ പറയുന്നത് കേട്ട് അരുന്ധതി ആകെ വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഹരിസാറിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം അരുന്ധതി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ സത്യം അരുന്ധതിയെ അറിയിക്കുന്നതിന് പിന്നിൽ ഹരിസാറിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുക എന്നൊരു തന്ത്രമാണ് ഹരിസാർ ഇവിടെ നടത്തുന്നത്. നന്ദനാണ് ഋഷിയെ കൊന്നത് എന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അരുന്ധതി ഉറപ്പായിട്ടും പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും. ആ വഴിക്ക് ഇതിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളഴിക്കണം എന്ന് തന്നെയാണ് ഹരിസാർ ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം ഋഷി മുകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഋഷിക്കും ഹരിസാറിൻ്റെ ഒരു നീക്കം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നീട് ഇസബെല്ലയെ വിളിക്കുന്നുണ്ട് ഋഷി. എന്നിട്ട് ആ ജഡ്ജി ഹരി വീണ്ടും ഇവിടെ വന്നിരുന്നു എന്നും ഞാൻ മരിച്ചു എന്നുള്ള കാര്യം അയാൾ നേരിട്ട് തന്നെ അമ്മയെ അറിയിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഏതായാലും ഞാനും നീയും ഉദ്ദേശിക്കുന്നത് പോലെയെല്ലാം കാര്യങ്ങൾ വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ല ഋഷിയോട്. പിന്നീട് കാണിക്കുന്നത് ശാരികയും കെവിനും തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ശാരികയാണെങ്കിൽ വീണ്ടും ആ ഋഷിയുടെ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തിടുമ്പോൾ അത് കേട്ട് കെവിനാണെങ്കിൽ വീണ്ടും പതറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പതർച്ച ശ്രദ്ധിക്കുന്ന ശാരികയാണെങ്കിൽ, ഞാൻ ഇതിനു മുൻപും ശ്രദ്ധിച്ചിരുന്നു, ഈ ഒരു കാര്യം കേട്ടപ്പോൾ കെവിൻ ചേട്ടൻ ആകെ വല്ലാതായി. കെവിൻ ചേട്ടന് ഈ കൊലപാതകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശാരിക തുറന്നു ചോദിക്കുമ്പോൾ അത് കേട്ട് വീണ്ടും ടെൻഷനാവുന്നുണ്ട് കേട്ടോ കെവിന്. ഇല്ല ശാരിക, എനിക്കൊരു ബന്ധവും ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊലപാതകത്തിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാതാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് കേട്ടോ കെവിൻ ചെയ്യുന്നത്. പിന്നീട് ഹരിസാറാണെങ്കിൽ കെവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. കാരണം നന്ദൻ ഈ കൊലപാതകം നടത്തി ഉടനെ തന്നെ വിവരം അറിയിച്ചത്
കെവിനെയും ഇസബെല്ലയും ആയിരുന്നല്ലോ. അപ്പോൾ നന്ദൻ പറഞ്ഞതുപോലെ തന്നെയാണോ അവരും പറയുന്നത്? അവർ എന്തെങ്കിലും മൊഴി മാറ്റി പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹരി സാറ് കെവിനെ കാണാനായിട്ട് എത്തുന്നത്. അപ്പോൾ കെവിനോട് സംസാരിക്കൽ നിന്നും എന്തെങ്കിലും ഒരു തുമ്പ് അദ്ദേഹത്തിന് കിട്ടാതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്